ഞാനേ നീ ഇൻട്രോ പറയുമ്പം എന്റെ ഭയം നീ ഏറിപ്പോവെന്ന് അങ്ങനെ ഒരു കരുതലുണ്ടാവുന്നത് നല്ലതാണ്. ഞാൻ സാറിനോട് പറഞ്ഞു ഏറ്റവും നമുക്ക് പ്രേക്ഷകർക്ക് ഉൾപ്പെടെ ഇഷ്ടം ഉള്ളൊരു ഇന്റർവ്യൂവർ ആണ് ഇന്ന്. സാറേ എന്താണ് അവൻ പടത്തിവിടാൻ പോണേന്ന് അറിയില്ല, ഭാഗ്യം. പക്ഷെ അതിന്റെ കണക്ഷനിൽ വേറൊരു കാര്യങ്ങളുണ്ട്. ആ ജൂഡ് ആന്റണി ജോസഫ് ആണ് അത് ഡയറക്ട് ചെയ്തത്. ജൂഡ് ആന്റണി ജോസഫ് ആണ് ഓം ശാന്തി ഓശാന ഡയറക്ട് ചെയ്തത്. ഞാൻ അതിലേക്ക് കിടക്കായിരുന്നു. ഈ യെല്ലപ്പന്റെ ഒരു വലിയ വേർഷൻ ഇതിൽ പ്രതീക്ഷിക്കാവോ? ഭയങ്കര അവകാശവാദങ്ങളൊന്നും ആദ്യമേ ഞാൻ വെക്കില്ല. പടക്കുതിര ഈസ് എ ടൈം പാസ് എന്റർടൈനർ. പ്രേക്ഷകന് വന്ന് കണ്ട് കുറച്ചു നേരം എന്റർടൈൻഡ് ആയി പോവുക, കുറച്ചു നേരം വന്ന് കണ്ട് എന്റർടൈൻഡ് ആയി പോവുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം. അതിന് കൃത്യമായ ഇവന്റ്സ്. ഞാൻ ഇന്ന് വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്, ഇന്നത്തെ ജനറേഷൻ ഞാൻ ഒക്കെ മാറി, വെരി ന്യൂ ജനറേഷൻ. എനിക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ അറിയാവുന്നൊരു ജനറേഷൻ. ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയ, തെറ്റാണോ എന്ന് എനിക്കറിയില്ല, ശരിയാണോ എന്നറിയില്ല, ബട്ട് ഞാൻ എൻ്റെ റീഡിങ്ങിൽ ഇവൻറ്റ്ഫുൾ ആയിരിക്കണം എല്ലാം. എനിക്കത് കറക്റ്റ് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, അയാൾക്കത് എഴുതുകയില്ലേ, അതെ ലാൽ സാറിൻ്റെ ഒരു ക്യാരക്ടർ പറയുന്ന ഒരു സാധനമുണ്ട്, നമ്മുടെ സന്തോഷങ്ങളെ ആഘോഷമാക്കുക, നമ്മുടെ ദുഃഖങ്ങളെ ആഘോഷമാക്കുക, എല്ലാം ആഘോഷമാക്കുന്ന ഒരു തലമുറ. അപ്പൊ അതിന്ന് പ്രാക്ടിക്കലി ഉണ്ട് ചുറ്റും, പോസ്റ്റ് കോവിഡ് എസ്പെഷ്യലി. അപ്പൊ ആ ആഘോഷത്തിൽ ചേർത്ത് വെക്കാവുന്നൊരു സിനിമ പത്രധർമ്മം അതിന്റെ ഒരു തീമായി ഉണ്ട്. റൈറ്റ് പത്രധർമ്മം എന്നുള്ളത് തുടക്കത്തിലൊന്നുമില്ല. അവന്റെ ഇപ്പോഴത്തെ ധർമ്മം ഒരു പരിധിവരെ പണം ആണ്, ജീവിക്കുക. അതിന് ഏതാണ് ക്ലിക്ക് ബെയ്റ്റ്സ് നിന്ന് സോഷ്യൽ മീഡിയ പറയാവുന്നത് പ്രിന്റിലോട്ട് വരുമ്പോൾ എങ്ങനെയാണ്, മുഖചിത്രം, ക്യാപ്ഷൻസ് അല്ലേ. ഈ ഒരു ജേർണലിസ്റ്റിൽ നിന്ന് പത്രാധിപരായി പരിവപ്പെട്ടിട്ട് പിന്നെ സംവിധായകനും തിരക്കഥാകൃത്തും ഒക്കെ ആയല്ലോ. ഇപ്പോഴും ആദ്യ ജോലിയെ കുറിച്ച് ഓർക്കുമ്പോൾ എന്താ മനസ്സിലേക്ക് വരുന്ന കാര്യം? ആ ജോലി ആ ഒരു പ്രായത്തിൽ, ആ ഒരു കാലഘട്ടത്തിൽ ഞാൻ ചെയ്തൊരു കാര്യം. അന്ന് പത്രാധിപരൊന്നുമല്ല, ഞാൻ മാതൃഭൂമിയിൽ ഒരു സ്ട്രിങ്ങറായിട്ട് പ്രവർത്തിച്ച ആളാണ്. ആ കാലത്ത് കൗമുദിയിലാണ് ആദ്യം തുടങ്ങുന്നത്. അത് ഞാൻ ജേർണലിസം ട്രിവാൻഡ്രത്ത് പ്രസ് ക്ലബ്ബിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്താണ്. പിന്നെ ഞാൻ ജേർണലിസം പോസ്റ്റ് ഗ്രാജുവേഷൻ കേരള യൂണിവേഴ്സിറ്റി ചെയ്യുന്ന സമയത്താണ് മാതൃഭൂമിയുടെ പീരിയോഡിക്കൽസ് വിഭാഗത്തിൽ ചിത്രഭൂമി, ഗൃഹലക്ഷ്മി, താരാപഥം, അങ്ങനെ കുറേ അന്ന് സിനിമയ്ക്ക് വലിയ പ്രാധാന്യം പ്രിന്റ് മീഡിയയിലുണ്ടായിരുന്നു ഇന്നത്തേക്കാൾ. അപ്പോൾ അങ്ങനെ ഒരു ജോലിയായിരുന്നു അത്. അന്ന് അത് ജോലി എൻജോയ് ചെയ്യുന്ന ഒരു കാലം തന്നെയായിരുന്നു അത്. പ്രത്യേകിച്ച് സിനിമയിൽ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു അൾട്ടിമേറ്റ്ലി സിനിമയിൽ ആണ് എത്തിപ്പെടേണ്ടത് എന്ന ഒരു ധാരണയുള്ള ഒരാളായിരുന്നു ഞാൻ. ജേർണലിസം പഠിക്കുന്ന സമയത്ത് ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് അന്നത്തെ കാലത്ത് എൻ്റെ ഡ്രീമിലേക്കുള്ള ഒരു പാത്തായിരുന്നു. പഠിക്കുന്ന കാലത്തെ സ്വപ്നം എന്ന് പറയുന്നത് സിനിമയും ജേർണലിസവും രണ്ടും എനിക്ക് വളരെ പ്രാധാന്യമുള്ളതായിരുന്നു. രണ്ടിലും എത്തിപ്പെടണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള മേഖലകളാണ് രണ്ടും. അപ്പോൾ അത് ആ കാലത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൻ്റെ ഒരു ഈ സ്റ്റുഡൻറ്റ് ലൈഫിൽ നിന്ന് നമ്മൾ ഒരു റിയൽ ലൈഫിലേക്ക് സഞ്ചരിച്ച് തുടങ്ങുന്നൊരു കാലമാണ്. അപ്പോൾ റിയൽ ലൈഫിൻ്റെ സ്ട്രഗിൾസ്, റിയൽ ലൈഫിൻ്റെ ഉത്തരവാദിത്തങ്ങൾ, അതിൻ്റെ ബാധ്യതകൾ, ഫാമിലി എന്നൊക്കെ പറയുന്ന ഒരുപാട് കാര്യങ്ങളും കൂടെ ചേർത്ത് വെച്ചിട്ടുള്ള അതിൻ്റെ എല്ലാം തുടക്കമാണ് ആ കാലം. അപ്പോൾ അത് പല വിധത്തിലുള്ള സ്ട്രഗിൾസ് ചേർന്നിട്ടുള്ളൊരു കാലമാണ്. സ്ട്രഗിൾസിൻ്റെ ഏറ്റവും വലിയൊരു സുഖമെന്ന് പറയുന്നത്, നമ്മൾ സ്ട്രഗിൾ ചെയ്യുമ്പോഴും നമ്മളെ ആ സ്ട്രഗിള് അതിനെ ഓവർകം ചെയ്യാൻ, അല്ലെങ്കിൽ അത് എൻഡ്യൂർ ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടായി വരുന്നത് അപ്പോഴാണ്. അതിനുള്ളൊരു ആത്മബലം ഉണ്ടായി വരുന്നത് അപ്പോഴാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ഒരു ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് അതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം അതാണ് ആ കാലത്തിൻ്റെ പ്രത്യേകത. ഞാൻ പിന്നീട് സിനിമയിൽ എന്തെങ്കിലുമായി തീർന്നിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ എൻ്റെ കാഴ്ചപ്പാടുകൾ, നിലപാട്, എൻ്റെ സോഷ്യൽ സാമൂഹ്യ ജീവിതം, ഇതിനെയൊക്കെ തീരുമാനിച്ചത് ആ കാലഘട്ടമാണ്. അതുകൊണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ കടപ്പാടുള്ള ഒരു കാലഘട്ടം അതാണ്. പടക്കുതിരയിലെ വേഷത്തിന് ഈ അന്ന് കാലത്തുണ്ടായിരുന്ന പത്രാധിപരമായിട്ടോ അല്ലെങ്കിൽ രഞ്ജി പണിക്കർ പേഴ്സണലി എടുത്തു വെക്കുന്ന പത്രധർമ്മമായിട്ടൊക്കെ എന്തെങ്കിലും സാമ്യമോ അടുപ്പമുണ്ടോ? അജുവിൻ്റെ കഥാപാത്രത്തിനെ സംബന്ധിച്ചിടത്തോളം പത്രമല്ല പ്രധാനം. അജുവിൻ്റെ കഥാപാത്രത്തിന് അജുവിൻ്റെ ജീവിതവും സർവൈവലുമാണ്. അതിനുള്ളൊരു ഉപാധിയാണ് പത്രം. വേറൊരു ജോലി ചെയ്തിരുന്നെങ്കിലും ഒരുപക്ഷെ ഇത്തരം ഉപായങ്ങളിലൂടെയും ഒക്കെ ആയിരിക്കും അജുവിൻ്റെ കഥാപാത്രം സഞ്ചരിക്കുക. അപ്പോൾ അയാളുടെ അച്ഛനൊരു റേഷൻ കട നടത്തിയിട്ടായിരുന്നുവെങ്കിൽ അജുവിൻ്റെ കഥാപാത്രം ആ റേഷൻ കടയിൽ കാണിക്കാവുന്ന തരികിടകളും ഉടായ്പകളും കാണിക്കുന്ന ഒരാളായിട്ട് മാറും. ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ അജുവിൻ്റെ അച്ഛൻ കഥാപാത്രം ഉണ്ടാക്കി വെച്ചൊരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്ന ഒരു മാധ്യമ സ്ഥാപനമാണ്. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം പത്രധർമ്മമായിരുന്നു ജീവിതം. അജുവിൻ്റെ കഥാപാത്രത്തിനെ സംബന്ധിച്ചിടത്തോളം പത്രധർമ്മം ഉപേക്ഷിച്ചുകൊണ്ട് പത്രം ഒരു ഉപാധിയാക്കി മാറ്റുന്നു എന്നുള്ളതാണ്. ഒരേ മീഡിയത്തിനെ രണ്ട് തരത്തിൽ ആളുകൾക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും. ഒരാൾക്ക് അതിനെ ഒരു അയാളുടെ റെസ്പോൺസിബിലിറ്റി ആയിട്ടും കമ്മിറ്റ്മെൻ്റ് ആയിട്ടും കാണാൻ കഴിയും. ഒരാൾക്ക് അതിനെ സർവൈവലിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രഗിളിൽ എന്തുമാക്കി മാറ്റാവുന്ന
ഒന്നായി കാണാൻ പറ്റും. ആ വ്യത്യാസമാണുള്ളത്. ഇപ്പോൾ എൻ്റെ കഥാപാത്രം എന്ന് പറഞ്ഞാൽ അയാൾക്ക് ജേർണലിസത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെന്നേ ഉള്ളൂ. പാസ്റ്റ് എന്ന് പറയുന്നത് ഈ സിനിമയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അയാളുടെ ആ പാസ്റ്റാണ് ഒരുപക്ഷെ ഈ സിനിമയിൽ അജു അടക്കമുള്ള ആ ഒരു സുഹൃത്ത് വലയത്തിൻ്റെ പിന്നീടുള്ള ഇയാളെ കണ്ടുമുട്ടുന്നതിന് ശേഷമുള്ള ഒരു ജീവിതത്തിനെ തീരുമാനിക്കുന്നത് ഈ കഥാപാത്രത്തിൻ്റെ പാസ്റ്റാണ്. അപ്പോൾ ഈ കഥാപാത്രത്തിൻ്റെ ഒരു പത്രധർമ്മ നിർവഹണമല്ല അവിടെ സംഭവിക്കുന്നത്. അയാളുടെ പാസ്റ്റും അയാളിൽ ആ പാസ്റ്റ് ഉണ്ടാക്കിയ ഒരു വെഞ്ചൻസും അയാളുടെ പാസ്റ്റ് ഉണ്ടാക്കിയ ആഘാതങ്ങളുമൊക്കെ ഈ മുഴുവൻ ആളുകളുടെയും ജീവിതത്തിനെ തകിടം മറിക്കുകയും മാറ്റിമറിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അത് പ്രചോദനമാണോ പ്രതികാരമാണോ? അത് സിനിമ അതാണ്. അതും കൂടെ പറഞ്ഞാൽ പിന്നെ സിനിമ ഞാൻ പറഞ്ഞതിൽ ആ ഒരു സസ്പെൻസ് അത്യാവശ്യം എല്ലാം ഉണ്ട്. നെപ്പോ മീഡിയ കിട്ടാണല്ലോ ഇപ്പൊ. നെപ്പോ മീഡിയ അതെ. ഞാൻ വായിച്ചിട്ടുണ്ട് പണ്ട് ഈ ഒമാൻ ടൈംസ് എന്നൊരു ഓൺലൈൻ മീഡിയ ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ കൊടുത്ത ഒരു അഭിമുഖത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട് ജേർണലിസ്റ്റ് ആവാനായിരുന്നു താല്പര്യം അച്ഛനെ പോലെ എന്നൊക്കെ. ഞാൻ മാസ് മീഡിയ സ്റ്റുഡൻ്റ് ആണ്. അച്ഛൻ ഓഫ് കോഴ്സ് പ്രിന്റ് മീഡിയയിലെ ജേർണലിസ്റ്റ് ആണ്. ഒമാൻ ഡെയിലി ഒബ്സർവറിൽ പത്രത്തിലായിരുന്നു. പക്ഷേ ഐ വോണ്ട് ടു ബി ഇൻ ദ വിഷ്വൽ മീഡിയ. നമുക്ക് എല്ലാവർക്കും സംവാട്ട് ഒരു കണക്ഷൻസ് ഉണ്ട്. കോളേജ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഫിലിംസിലേക്ക് വന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു എൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് ഡൂയിങ് ഇന്റേൺഷിപ്പ് ഡ്യൂറിങ് കോളേജ് ടൈം ഒക്കെ എനിക്ക് ഈ ഒരു ക്യാരക്ടറിൽ കുറച്ചും കൂടി നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ബിക്കോസ് ഇതിൽ ഞാനൊരു ജേർണലിസ്റ്റ് ആണ്. നമ്മൾ രണ്ടുപേർക്ക് ഒരു ക്ലാഷ് ഉണ്ട് ഇതിൽ. ബിക്കോസ് എത്തിക്സ് ആയിട്ട് ഐ എം മോർ എത്തിക്കൽ, ഹീസ് മോർ ഇൻ ടു മേക്കിംഗ് അൺഎത്തിക്കൽ, ഹീസ് മോർ ഇൻ ടു മേക്കിംഗ് ബിസിനസ്. അത് അൺഎത്തിക്കൽ എന്ന് പറയാൻ പറ്റില്ല. ബട്ട് ചെറുതായിട്ട് അൺഎത്തിക്കൽ വേസിൽ ബിസിനസ് ഉണ്ടാക്കുന്ന രീതിയിലാണ്. അപ്പോൾ അത് തുടങ്ങി വെച്ചത് ആ പത്രം ഇസ് മോർ ഓഫ് ഇൻവെസ്റ്റിഗേറ്റീവ് ഇസ് മോർ ഓഫ് എൻ ഇൻവെസ്റ്റിഗേറ്റീവ് പത്രമായിരുന്നു. ലൈക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് ഒരു റിപ്പോർട്ടർ പോയിട്ട് ഓരോരോ കേസസ് സോൾവ് ചെയ്യുക, അങ്ങനെ ആൻഡ് ദെൻ അവിടുന്ന് ഒരു മകനെടുത്ത് വന്നപ്പോഴത്തേക്ക് ഹിസ് വേ ഓഫ് മേക്കിംഗ് മണി ത്രൂ ദ പ്രിന്റ് മീഡിയ. അത് വരെ ഇപ്പം നമുക്ക് ഓൾമോസ്റ്റ് റിലേറ്റബിൾ ആണ്. നമ്മുടെ മീഡിയയിലാണെങ്കിലും വിഷ്വൽ മീഡിയയിലാണെങ്കിലും ഇപ്പം ത്രൂ ക്ലിക്ക് ബീറ്റ്സ് നമ്മൾ എങ്ങനെയാണ് മാക്സിമം മറ്റേ മസാലാസ് ഇട്ടിട്ട് നമുക്ക് വ്യൂവേഴ്സിനെ കിട്ടാൻ നോക്കുന്നത്. സോ അതുപോലത്തെ ഒരു സംഭവമാണ്. സോ ഇറ്റ്സ് എ ക്ലാഷ് ബിറ്റ്വീൻ ടു ക്യാരക്ടേഴ്സ്. ഇപ്പോൾ വരുന്ന സിനിമകളിലൊക്കെ കുറേ കൂടി പക്വതയുള്ള അജു വർഗീസിനെ കാണിക്കാൻ വേണ്ടി അജു വർഗീസ് ശ്രമകരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും അടുത്ത് കണ്ട ഐഡന്റിറ്റിയിൽ ഉൾപ്പെടെ മീശയൊക്കെ പഠിച്ച് സാധാരണ രഞ്ജിപ്പണിക്കരൊക്കെ ചെയ്യുന്ന വേഷമാണ് അതിൽ അജു വർഗീസ് പോർട്രേ ചെയ്തിട്ടുള്ളത്. സാധാരണ രഞ്ജിപ്പണിക്കർ കാലോലക്സ് ഒക്കെ ചെയ്യുന്ന ഒരു പ്രധാന ക്രൂഷ്യൽ റോളാണ്. മനസ്സിലായല്ലോ.